ആശാനെ, കഴിഞ്ഞ 6-ാം തീയതി നമ്മൾ തിരുവല്ല അമ്പലത്തിൽ പരിപാടി കളിച്ചില്ലായിരുന്നോ? കളിച്ചായിരുന്നു. അതെ, അവിടുത്തെ കമ്മിറ്റിക്കാരെ വിളിക്കുന്നു. അവരുമായിട്ടുള്ള പ്രശ്നം നമ്മൾ അവിടെ വെച്ചാ പറഞ്ഞു തീർത്താണല്ലോ. അതല്ലെന്ന്, അന്ന് ആശാന്റെ കവളത്ത് ശൂലം കുത്തിയപ്പോ എന്തോ നാരങ്ങ കുത്താൻ മറന്നുപോയെന്നൊക്കെ പറഞ്ഞേട്ട്. ഇത്ര ഉത്തരവാദിത്വം ഇല്ലാത്ത കമ്മിറ്റിക്കാര് ഒരു പണി ചെയ്താൽ തീർത്ത് ചെയ്യത്തുമില്ല. ഒരു പണിയേ, അടുത്ത മാസം ഹരിപ്പാട് അമ്പലത്തിലോട്ട് വരാൻ പറ. അതാകുമ്പോ ഹരിപ്പാടുകാർക്ക് ശൂലവും കുത്താം, ഇവർക്ക് നാരങ്ങയും കുത്താം. അപ്പൊ ഹരിപ്പാട്ടുകാരെങ്ങനെ നാരങ്ങ കുത്തും? ഇവിടെ സീസൺ തീർന്നില്ലല്ലോ, അവസരം കിടക്കുമല്ലേ. ചേടാ, ശൂലം കുത്തി കുത്തി ഇപ്പൊ സോഡ കുടിക്കുമ്പോ ഷവറിൽ നിന്ന് വെള്ളം വരുന്ന പോലാണല്ലോ. ആശാനെ, നമുക്ക് ഈ ഫ്രണ്ട് കട്ടണം ഒഴിവാക്കിയാലോ? ഒക്കോണം, അതുള്ളതുകൊണ്ടാ കല്ലേറ് തടയാൻ പറ്റുന്നത്. ആശാനെ, ഒരു ഐഡിയ. എന്തോ ചേട്ടാ? നമുക്ക് കർട്ടൻ മാറ്റി ഷട്ടർ ആക്കിയാലോ? അതാകുമ്പോ താഴ്ത്തി പൂട്ടിയാ പിന്നെ പുറകിൽ നിന്നുള്ള ആക്രമണം സൂക്ഷിച്ചാ മതിയല്ലോ. എങ്ങനെയുണ്ട്? അയ്യോ എടാ, അത് പുറത്തുനിന്നെങ്ങാനും ആൾക്കാർ പൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോത്തില്ലേ? അത് ശരിയാണല്ലോ അല്ലേ. ആ അപകടത്തിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് തുണി കൊണ്ട് ഫ്രണ്ട് കട്ടൻ ഉണ്ടാക്കിയിരിക്കുന്നത്. മനസ്സിലായോ? അവൻ ഐഡിയ കൊണ്ട് വന്നിരിക്കുന്നത്. ആശാനെ, അങ്ങനെയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒരൊറ്റ ഐഡിയ ഉള്ളൂ. എന്തോന്നു? നമുക്ക് ഈ കർട്ടൻ പൊക്കാതെ അങ്ങ് ബാല കളിച്ചാലോ? എടാ, കർട്ടൻ പൊക്കാതെ കളിച്ച ബാലെ ആര് കാണും? കർട്ടൻ പൊക്കിയിട്ട് ആര് കാണുന്നു? പിന്നെ എല്ലാരും കേൾക്കാൻ വേണ്ടി പറയാ, ഇന്നത്തെ പരിപാടിയുടെ കഴിഞ്ഞാ പിന്നെ ചെയിന. ഇന്നത്തെ പരിപാടി കഴിഞ്ഞ പിന്നെ ചെയിൻ പ്രോഗ്രാം ആണോ? അതല്ലെന്ന്, പിന്നെ ഇനി ഈ ചെയിനും കൂടി ഉള്ളു പണയം വെക്കാൻ. ആശാനെ, ചെയിൻ പണയം വെക്കരുത്. ആശാനെ, പണയം വെക്കരുത്. കണ്ടോടാ, ആത്മാർത്ഥതയുള്ള ഒരുത്തരെങ്കിലും എന്റെ കൂട്ടത്തിലുണ്ടല്ലോ. വിറ്റുകളാ. പണയം വെച്ചിട്ട് ഇത് ആര് തിരിച്ചെടുക്കാനാ? ആ ശശി എന്തി? അവൻ ഇതുവരെ വന്നില്ലേ? വന്നെന്ന് പതിവ് പോലെ കള്ളും കുടിച്ചോണ്ട് വന്നത് അവിടെ പിണയിരിപ്പുണ്ട്. അതെന്തിന്? അവന് ശമ്പളം കൂടുതൽ കൊടുക്കണമെന്ന്, ഓരാത്തൻ അവനെ ശ്രീകൃഷ്ണനും കൂടെ ആക്കണമെന്ന്. പിന്നെ ബ്രഹ്മാവ് ചെയ്യുന്ന ലാലിന് 3 മാസമായി ശമ്പളം കൊടുത്തിട്ട്, പിന്നെ ആ പടം ചെയ്യുന്ന ഇവന് പോയി വിളിച്ചോളൂ അവനെ. ശശി, നീ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. നീ എന്തിനാ കള്ളു കുടിച്ചിട്ട് ഇപ്പൊ ഈ തട്ടേ കയറിയത്? ഞാൻ എന്തെങ്കിലും കള്ളു കുടിക്കാതെ തട്ടേ കയറിയിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്നാ കുഴപ്പം? ഇന്ന് എന്റെ സങ്കടം കൊണ്ടാ ഞാൻ കുടിച്ചേ. നിനക്കെന്നാടാ ഇതിനും വേണ്ടി സങ്കടം? ആശാനെ, അഭിനയിക്കാനുള്ള മോഹം കൊണ്ട് ചോദിക്കുക, എന്തെങ്കിലും ഒരു ഡയലോഗുള്ള വേഷം എനിക്ക് തന്നുകൂടെ? എന്തിനാ ആശാനെ എന്നോട് ഈ അണവണങ്ങണ? എന്നാന്ന്? അവഗണന ആയിരിക്കുള്ളൂ അല്ലേ? അതെ അതെ. വേണ്ട, ഇതാണ് ഞാൻ ഇവന് ഡയലോഗ് ഉള്ള ഒരു വേഷം പോലും കൊടുക്കാത്തത്. നീ ഇത് കേൾക്കണം. ഇവന്റെ ശല്യം കാരണം കഴിഞ്ഞ ബാലയിൽ ഞാൻ ഇവന് ദുശ്വാസനായിട്ട് വേഷം കൊടുത്തു. അതറിയല്ലോ. ഇവനോട് പാഞ്ചാലി വസ്ത്രാക്ഷേപ സമയത്തെ 6 സാരി അഴിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവൻ ആ പെണ്ണുമ്പുഴയുടെ മുഴുവൻ സാരി അഴിച്ചു കളഞ്ഞു. അയ്യേ, ആണെന്ന്. അടിപ്പാവാട ഉണ്ടായിരുന്നോണ്ട് മാത്രമാ ആ പെണ്ണുമ്പുഴയുടെ മാനം പോകായിരുന്നത്. എന്റെ ആ ഒറ്റ ട്രിക്ക് കാരനല്ലേ പിന്നെയുള്ള ബാലയ്ക്കൊക്കെ ആള് കൂടിയത്. ഇതൊന്നും അല്ല എന്റെ വിഷയം. പിന്നെ എന്നതാ? ഈ ബാലയിൽ അവസാന സീനിൽ യുദ്ധം ഉണ്ടോ? ഇല്ല. പിന്നെ എന്തിന് കഴിഞ്ഞ സ്റ്റേജിൽ ഈ ബാലയുടെ അവസാനം എന്നെ ഉൾപ്പെടുത്താതെ യുദ്ധം നടത്തി? എടാ വേട്ടാവളിയാ, അത് യുദ്ധമായിരുന്നോ? പിന്നെ എടാ, ബാലെ പൊളിച്ചിട്ട് കമ്മിറ്റിക്കാര് സ്റ്റേജിൽ കയറി തല്ലുവല്ലായിരുന്നോ? കളർലൈറ്റ് ഫ്ലിക്കറും വന്നപ്പോ ഞാൻ ഓർത്ത് യുദ്ധമാന്ന്. അത് ആശാന്റെ മുഖം കമ്മിറ്റിക്കാരെ ആ സ്വിച്ച് ബോർഡിൽ വെച്ച് ഉരച്ചതാ. അപ്പൊ എല്ലാരോടും കൂടി ഒരു കാര്യം പറയാൻ പോവാണ്. ഞാൻ ബാലെ തുടങ്ങാൻ പോവാ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോണം. ആശാനെ, എനിക്കൊരു സംശയം. ആ ചോദിച്ചു. നമ്മുടെ നടി പ്രമീളയും ലൈറ്റ് ഓപ്പറേറ്റർ ആയിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ചേട്ടവനെ, എടാ ബാലയുടെ ഇടയ്ക്കുള്ള എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കാനാ പറഞ്ഞത്. ബാലയുടെ ഇടയ്ക്കുള്ള ആ ലൈറ്റ് ഓഫിലാണ് എനിക്ക് സംശയം. ആണോടാ? ആശാനെ, നിന്റെ സംശയം ചോദിച്ചു. അതെ, എന്റെ ഇന്റർവെൽ സീൻ എപ്പോഴാ വരുന്നേ? ആദ്യം ഇത് ഇന്റർവെല് വരെ എത്തുമോന്നൊന്ന് നോക്കട്ടെ, എന്നിട്ടല്ലേ ഇന്റർവെല് കഴിഞ്ഞുള്ള കാര്യം. ഞാൻ എല്ലാരോടും കൂടി പറയുക, വരുന്നിടത്ത് വെച്ച് കാണാം. ദേ, ഞാൻ തിരികെത്തിക്കാൻ പോവാ. മനസ്സുരുക്കി പ്രാർത്ഥിച്ചു. ആശാനെ, എന്നാടാ? ആശാനെ തിരി കത്തിക്കുമ്പോഴേ നമ്മുടെയൊക്കെ ചിത കത്തിക്കുന്ന പോലെ ഒരു തോന്നൽ. ഒന്ന് പോടാ അവിടുന്ന്. എന്റെ പൊന്നു മക്കളെ, ഇന്ന് നമ്മുടെ 16ാമത്തെ സ്റ്റേജാ. കഴിഞ്ഞ 11 സ്റ്റേജും തട്ടിമുട്ടിയും നൂൽ വ്യത്യാസത്തിലാണ് നമ്മൾ രക്ഷപ്പെട്ടത്. ഇന്നും രക്ഷപ്പെടും. ഏത് രൂപത്തിലാണെന്നോ ഏത് വഴി കൂടാണെന്നോ ഇപ്പൊ പറയാൻ പറ്റത്തില്ല. എല്ലാരും മനസ്സുരുകി പ്രാർത്ഥിച്ചോണം. സിടികുരുങ്ങലെ ബാലപൊളിയല്ലേ അമ്പലത്തിൽ വാടും തമ്പുരാന്, ഈ അമ്പലത്തിൽ വാടും തമ്പുരാന്. കുറ്റം കുറവുകളേറെയുണ്ട്, തല്ലാനും കൊല്ലാനും വന്നിടല്ലേ. അന്യദേശത്തുനിന്ന് അന്നം തേടി വന്ന ഒരു വട്ടം പാവങ്കാരാകാരന്മാർ അന്യരെ കണ്ടിടല്ലേ, കായികമായിട്ടു നേരിടല്ലേ. കൂമ്പിരിടിത്തിട്ട് വീട്ടിടല്ലേ. രംഗം 1. മധുരാപുരിയിലെ കംസന്റെ രാജധാനി. രാജ്യത്തിന്റെ പ്രതിസന്ധി ഓർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്ന സേനാപതി.
ആരെവിടെ? അടിയൻ മഹാരാജാവ് ഹംസ. ഹംസയല്ലടാ, കംസൻ. ആ അങ്ങേരെ പള്ളിയോർക്കം കഴിഞ്ഞ് ഉടൻ എഴുന്നള്ളും. അത് സഭാവാസികളെ അറിയിക്കൂ. കൽപ്പന പോലെ. ഭടാ, മഹാരാജാവിന്റെ ഉറക്കറവാതിലേക്ക് പോകൂ. പോവാൻ ഇല്ല, ഞാൻ പോവില്ല. കാശ് കൂട്ടി തരുമോ? എന്നെ കൃഷ്ണനാക്കാൻ പറ്റുമോന്ന്? പോടാതെണ്ടി അവിടുന്ന്. മഹാരാജാവ് പള്ളിമുറക്കമുണർന്ന വിവരം സേനാപതിയായ നമ്മെ അറിയിച്ച നിനക്ക് നാം 1000 പൊന്മണം നൽകാൻ കൽപ്പനയിട്ടിരിക്കുന്നു. ഉറപ്പാണ്. തല ഇറങ്ങി വീണാ സോഡ ഓടിക്കാൻ പൈസ തരാത്തവൻ ഇനി 1000 പൊൻപണം. ഉറക്കറവാതിലേക്ക് പോകുപെടാ. ഓടാ പാടുന്നു. ഇല്ലെങ്കിൽ ബാല പൊളിയും. എല്ലാരും കയറി തല്ലിക്കൊല്ലി, ഞാൻ പറഞ്ഞേക്കാം. ഞാനിപ്പൊ പോന്നു, ഇനിയും വരും. ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടേയിരിക്കും. പ്രണാമം സേനാപതി. എടാ പട്ടി, നിന്നോടല്ലേ പോകാൻ പറഞ്ഞത്? അയ്യോ, രാജഗുരുവായിരുന്നോ? മഹാരാജൻ എപ്പോഴാണ് എഴുന്നള്ളുന്നത്? നമുക്കൊരു അറിവുമില്ല ഗുരു. സേനാപതി, എന്താണ് അങ്ങയുടെ മുഖത്തൊരു എടാ നാക്ക് പഠിക്കാത്ത തെണ്ടി, മ്ലാനത. ആ അത് ആശാൻ ഇത് അറിയാമെങ്കിൽ എന്നെ ഇട്ട് ഈ പാടുപെടുത്തേണ്ട കാര്യമുണ്ടോ? ഗുരു, ഈയിടെയായി നമ്മുടെ മനസ്സ് തീരെ അസ്വസ്ഥമാണ്. രാജ്യത്ത് എന്തോ ആപത്ത് വരാൻ പോകുന്നത് പോലൊരു തോന്നൽ. സേനാപതി, അങ്ങ് വിഷമിക്കരുത്. നമ്മൾ സ്വയം കൃതരാണ്. സ്റ്റേജ് വന്ന് ബൈക്ക് ഓടിക്കുന്നതിന് പകരം നിനക്ക് ആ സ്ക്രിപ്റ്റ് എടുത്ത് പഠിക്കാൻ മേലായിരുന്നോ? സ്വയം കൃതനാർത്ഥം. ആ അർത്ഥം എല്ലാം വരുത്തുന്നതല്ലേ? മഹാരാജൻ ഹംസന്റെ സഹോദരിയുടെ 8ാമത്തെ പുത്രൻ അദ്ദേഹത്തെ വധിക്കുമെന്നായിരുന്നല്ലോ ആശാരി. ആശാരി അല്ലടാ തെണ്ടി, അശരീരി. ശരി ശരി ശരി. നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ചുമ്മാ പോയപ്പോ ഒന്ന് കയറിയതാ. ചുമ്മാ പോകുമ്പോ കയറാൻ നിന്റെ അമ്മായിമ്മ ഇവിടെ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. വന്ന സ്ഥിതിക്ക് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാം. എന്തോന്ന്? മധുരാപുരിയുടെ നാഥൻ രാജാതിരാജൻ ഹംസ മഹാരാജാവ് എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ, എഴുന്നള്ളുന്നേ. അയ്യോ, അതിപ്പോഴല്ല, എപ്പോഴെങ്കിലും പറയട്ടെ, ഞാൻ പറയാനുള്ള പറഞ്ഞു. ബാഹുബലി ഭയമിன்றி പായും പുലി ബല 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 ബാഹുബലി ഭയമിன்றி പായും പുലി അരിയടി വിടത്തുക്ക് കൊട്ടാലി. മഹാരാജൻ ആസനസ്ഥനായാലും എടാ തെണ്ടി അവിടെ ഇരിക്കാൻ. സേനാപതി, എന്തൊക്കെയാണ് പുതിയ വാർത്തകൾ? അഹിതമാണ് മഹാരാജൻ, അഹിതം. നമ്മുടെ തന്ത്രങ്ങളെല്ലാം തന്നെ പരാജയപ്പെടുകയാണ്. അഖില ലോക ഭൂലോക സുന്ദരി രാജ്ഞി ദേവസേന എഴുന്നള്ളുന്നേ. എടാ ചാണകപ്പുഴു, രാജ്ഞി ഇപ്പോഴാണോ എഴുന്നള്ളുന്നത്? ആ പെണ്ണുമ്പോൾ ഒരുങ്ങി കെട്ടി നിൽക്കണ ഞാൻ വിചാരിച്ചു ഇപ്പൊ കയറാനാണ്. ഇതേ വരെ സമയത്തിന് കയറാത്തവളാ ഇത്. ഞാൻ നേരത്തെ ഒരുങ്ങി കെട്ടി നിൽക്കുന്നത്. എന്റെ ഈശ്വരാ. ഒരേ ഒരു രാജ, വീരാധിവീര, നിൻ രാജറാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കുകെന്നെ. ആനന്ദഹംസഭൂമിയേറെ നിൻ ചാരുഗന്ധമേറ്റ വേള സ്വർഗത്തിലെ ദേവസേന. എങ്കിൽ വരൂ പടാ, നമുക്ക് കൊട്ടാരത്തിന്റെ പിന്നാമ്പുറത്ത് പോയി ഒന്നും രണ്ടും പറഞ്ഞിരിക്കാം. ആടാ പുറത്തേക്ക്. രാജഗുരു, അങ്ങ് പോതോളൂ. സേനാപതി, ഞങ്ങളെ തനിച്ചാക്കി നിങ്ങൾ പോവുകയാണോ? അല്ലാതെ വേറെ മാർഗമില്ല രാജൻ, എല്ലാം കൈവിട്ടുപോയി. ഏകദേശം 5 സീന കയ്യിന് പോയത്. പിടിച്ചു കയറാൻ പറ്റുമെങ്കിൽ നിങ്ങൾ പിടിച്ചു കയറിക്കൂ. എന്നാ കർത്തനിട്ടാലോ? നാട്ടുകാര് പറിച്ചു കയറും. മഹാരാജൻ, ഞങ്ങൾ നിങ്ങളുടെ സ്വർഗത്തിലെ കട്ടുറുമ്പാകുന്നില്ല. ഞങ്ങൾ വിടവാങ്ങട്ടെ. എടാ പടേ, നരകത്തിലേക്ക് തള്ളിവിട്ടിട്ട് മുങ്ങിയാണല്ലേ. മൽപ്രാണനാഥ, അല്പനാളുകളായി ആ മനോമുഖരത്തിൽ ഈയുള്ളവളില്ല എന്ന് തോന്നുന്നു. ഇപ്പൊ എന്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്ന് ആലോചിക്കേ. ഡയലോഗ്. പ്രിയതമേ, എന്റെ ഓരോ ജീവാണുവിലും നിന്നെ കുറിച്ചുള്ള സ്മരണകൾ മാത്രമാണ്.
നീ എന്റെ പ്രേമ വൃന്ദാവനത്തിൽ പൂത്തു നിൽക്കുന്ന മലരാണ്, ശംഖുപുഷ്പം പോലൊരു മലർ. ശംഖുപുഷ്പം കണ്ണെഴുതുമ്പോൾ മലരെ നിന്നെ ഓർമ്മ വരും. മഹാരാജൻ മഹാരാജൻ ആക്രമിക്കുന്നു ആക്രമിക്കുന്നു. എന്ത്? സർവശക്തനായ ഈ കംസ മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറാൻ ആർക്കാണ് ധൈര്യമുള്ളത്? സേനാപതി എവിടെ? ഗദയെടുക്കൂ. ഏതാ അങ്ങേരെ അവിടെ കമ്മിറ്റിക്കാരുടെ ഇടിയും കൊണ്ട് വായിക്കണം നൊരയും പതയും വന്ന് കിടക്കുക. ജീവൻ വേണ്ടി ഓടി രക്ഷപ്പെടാൻ നോക്കടാ. സിടി കുരുങ്ങിപ്പോയി ബാലെ പൊളിഞ്ഞുപോയി അമ്പലത്തിൽ വാഴും തമ്പുരാൻ, അമ്പലത്തിൽ വാഴും തമ്പുരാനെ. കുറ്റം കുറവുകളേറെയുണ്ട്, ഇങ്ങനെ തല്ലിയിട്ടെന്തു കിട്ടാൻ. അന്യദേശത്ത് നിന്ന് അന്നം തേടി വന്ന ഒരു പറ്റം പാവം കലാകാരന്മാർ ഞങ്ങളെ അന്യരായി കണ്ടിടല്ലേ, കൂട്ടുകാരായിട്ട് കണ്ടുകൂടെ. അല്ലാതെ കൂട്ടം കൂടിയിട്ട് തല്ലരുതേ. ഇങ്ങനെ ഒറ്റയ്ക്ക് വന്നിട്ടും തല്ലരുതേ.